CPM ഉറച്ച വിജയം പ്രതീക്ഷിച്ച ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര. ഷാഫി പറമ്പിലിനെ ഇറക്കി കോൺഗ്രസ് ചെക്ക് വെച്ചതോടെയാണ് വടകരയിൽ നിന്നും കരകയറാൻ സാധിക്കാതെ ശൈലജ 8 നിലയിൽ പൊട്ടിയത്. തോറ്റാലും ചെറിയ മാർജിനിൽ തോൽക്കുമെന്ന് കരുതിയെടുത്തു നിന്നും വലിയ തോൽവിയിലേക്കാണ് കോൺഗ്രസ് LDFനെ തള്ളിവിട്ടത്. വടകരയിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ CPM പഠിച്ച പണി 18 പയറ്റതാണ്. വർഗീയമായ പരാമർശങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്തിട്ടും അനിവാര്യമായ തോൽവി CPMനെ തേടിയെത്തുകയായിരുന്നു. ഷാഫിയെ പ്രത്യേക മതവിഭാഗത്തിൻ്റെ വക്താവായി ചിത്രീകരിച്ചുകൊണ്ടാണ് പല പോസ്റ്റുകളിലും രംഗത്തു വന്നത്. ഇതിനെല്ലാം പിന്നിൽ CPM ആണെന്ന് ഷാഫി പറമ്പിലും കോൺഗ്രസും അന്നേ ആരോപിച്ചിരുന്നതാണ്. എന്നാൽ അന്ന് ആരോപണം തള്ളിയ CPM മാസങ്ങൾക്കുള്ളിൽ ചെയ്ത തെറ്റുകൾ ഇപ്പോൾ ഏറ്റുപറയുകയാണ്. സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടാണ് വടകരയെ ഏറെ പിടിച്ചുകുലുക്കിയത്. ഷാഫി പറമ്പിലിനെ മനഃപൂർവ്വം ചെളിവാരി തേക്കുക എന്ന ഈ നീച പ്രവൃത്തിക്ക് പിന്നിലും CPM തന്നെയാണെന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തെളിയുകയാണ്. വടകരയിലെ CPM സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ തന്നെ ഇക്കാര്യം സമ്മതിക്കുമ്പോൾ അന്ന് വാളെടുത്തവർ ഇന്ന് എവിടെ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ച സോഷ്യൽ മീഡിയ പേജുകളുടെ പേരുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. വിവാദം സൃഷ്ടിച്ചതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നതാണ് ആദ്യം ശൈലജ ടീച്ചർ ആവശ്യപ്പെട്ടത്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ല അത് ചെയ്തത്, ഇടതുപക്ഷത്തെ അങ്ങേയറ്റം ദ്രോഹിക്കാനാണ് അത് ചെയ്തിരിക്കുന്നത്. ആരാണ് ചെയ്തതെങ്കിലും നല്ല നടപടി എടുക്കണമെന്നും ശൈലജ ഇപ്പോൾ പറയുന്നുണ്ട്. അന്ന് വിവാദമുണ്ടാക്കിയപ്പോൾ പ്രതിക്കൂട്ടിൽ കോൺഗ്രസിനെയും ലീഗിനെയും പിടിച്ചു നിർത്തി വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ശൈലജ ടീച്ചർ ഇപ്പോൾ പറയുന്നില്ല. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPM നേതാവ് KK ലതികക്കെതിരെ വാളെടുക്കാനും ശൈലജ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട് KK ലതിക ഷെയർ ചെയ്തത് തെറ്റാണെന്ന് മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ശൈലജ ടീച്ചർ തുറന്നു പറയുകയാണ്. സ്ക്രീൻഷോട്ട് എന്തിന് ഷെയർ ചെയ്തുവെന്ന് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നതായിരുന്നു KK ലതികയുടെ മറുപടിയെന്നും KK ശൈലജ കുറ്റപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വിവാദ കാഫിർ സ്ക്രീൻഷോട്ടുകൾ ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കാഫിർ വിഷയം വീണ്ടും ഇപ്പോൾ ചർച്ചയാവുന്നത്. റെഡ് എൻകൗണ്ടേഴ്സ്, റെഡ് ബറ്റാലിയൻ എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇവ പ്രചരിച്ചവർക്ക് ലഭിച്ചതെന്നും സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം ഇപ്പോഴും അന്വേഷിക്കുന്നുവെന്നും വടകര SHO ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചത് CPMകാരാണെന്ന് വ്യക്തമായെന്നും സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച മുഴുവൻ ആളുകളും തെറ്റ് തിരുത്താൻ തയ്യാറാകണം എന്നതായിരുന്നു വടകര MP ആയ ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം.